ഇത്തരത്തിലുള്ള ഇടികൾ വരുമ്പോ ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ തടുക്കുന്നത്, അകത്തോട്ട് കയറിയാണോ പിടിക്കുന്നത്, ഇങ്ങനെയാണോ ചുവട് മാറുന്നത് എന്നതിനല്ല പ്രസക്തി. അത്തരത്തിലുള്ള കമന്റുമായിട്ട് ദയവായിട്ട് വരരുത്. ഇവിടെ ഉദ്ദേശിച്ചത് ചുവട് മാറ്റമോ എങ്ങനെയാണ് തടുക്കുന്നതോ പിടിക്കുന്നതോ അല്ല. ഇങ്ങനെയും പിടിക്കാം, അത്യാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ഞാൻ കൈ പിടിച്ച പിടിയാണ് ഒരു മർമ്മത്തിലോട്ടാണ് പിടിച്ചത്, കൗളിക്കാലത്തിലോട്ട്. എങ്ങനെയാണ് നോക്കാം. ഈ കൈ വരുമ്പോ ഇപ്പൊ കത്തി കൊണ്ടുള്ളതോ കുത്തോ ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ മുണ്ടിനെ മുറുക്കി പിടിക്കുക, ഏത് തരത്തിലായാലും കൈ ഇത്തരത്തിലൊന്ന് മുറുകി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ ഈ ഒരു മർമ്മ പ്രയോഗം നമുക്ക് ചെയ്യാൻ പറ്റും. കൗളിക്കാലം ചൂണ്ടുവിരലിനും പെരുവിരലിനും ഇടയിലായിട്ടുള്ള ഈ കൗളി മർമ്മത്തിൽ ആഘാതം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മുറുക്കി പിടിച്ച കൈ തീർച്ചയായിട്ടും നിവർത്താൻ പറ്റും. ഇപ്പോ എത്ര ബലപ്പിക്കുന്നോ അത്രയും നമ്മൾ കൗളിക്കാലത്ത് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി. എത്രത്തോളം എതിരാളി അത് മുറുക്കി പിടിക്കുമോ അത്രത്തോളം എതിരാളിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി അപ്പോൾ സംശയം തോന്നും, രണ്ടാമത്തെ കൈ പിന്നെ മാങ്ങ പറിക്കാൻ പോകുമോ, രണ്ടാമത്തെ കൈ കൊണ്ട് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യില്ലേ, ഇങ്ങനെ എതിരാളിയുടെ അടുത്ത് പോയി നിൽക്കുമോ, ഇത്രയും ചെന്ന് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇടിയിടിക്കുന്നു, പിടിക്കുന്ന അതേ ടൈമിൽ തന്നെ ഈ ഡയലോഗ് ഡെലിവറി ആവശ്യം പോലില്ല, ഉടനെ പ്രസ് ചെയ്യുക. രണ്ടാമതായി മാങ്ങ പറിക്കാനും പോകില്ല, ഒന്നിനും പോകില്ല. അതാ കണ്ടോ,